ഈ ലോകത്ത് എന്താ ഇവൻ മാത്രമേ ഉള്ളൂ ഭർത്താവായിട്ട്? ഓൻ്റെ പ്രവൃത്തിയും വർത്തമാനവും കണ്ടാൽ ലോകത്ത് ആദ്യമായി ഗർഭിണിയാവുന്നത് അവൻ്റെ ഭാര്യ മാത്രമാണെന്ന് തോന്നുമല്ലോ. ഓരോരോ പുതുമകളെ വെറുതെ നാട്ടാരെ കൊണ്ട് പറയിപ്പിക്കാൻ. ഓൻ്റെ തോന്നിവാസത്തിനൊക്കെ നിങ്ങൾ ഉപ്പയും ഉമ്മയും അരികെ നിൽക്കുന്നത് കൊണ്ടാണ് ഓനി തന്നിഷ്ടം ചെയ്യുന്നത്. ഇവിടെ നിന്ന് ഓൻ പോയിട്ട് 5-6 മാസമല്ലേ ആയുള്ളൂ. ഷാനിയുടെ മടിയിൽ തലവെച്ച് അവളുടെ വയറ്റിൽ വരുന്ന തൻ്റെ മക്കളോട് ഓരോരോ കിന്നാരങ്ങൾ പറഞ്ഞുകൊണ്ട് കിടക്കുന്ന സമയത്താണ് ഫാറൂഖിൻ്റെ കാതിലേക്ക് അടുക്കളപ്പുറത്ത് നിന്നും ദേഷ്യത്തോടെ സംസാരിക്കുന്ന താത്തയുടെ ശബ്ദമെത്തിയത്. അവൻ മെല്ലെ അടുക്കളപ്പുറത്തേക്ക് നടക്കാൻ ഒരുങ്ങിയപ്പോൾ അവൻ്റെ കയ്യിൽ ഷാനി പിടിമുറുക്കി. അരുതെന്ന ഭാവം അവളുടെ കണ്ണുകളിലൊരു യാചന പോലെ തെളിഞ്ഞു നിൽക്കുന്നത് ഒരു നിമിഷം ഫാറൂഖ് നോക്കി നിന്നു. പിന്നെ മെല്ലെ അവളെ കൈപ്പിടിച്ചുയർത്തി അവൾ ഒരുമിച്ചവൻ അടുക്കളയിലെത്തുമ്പോൾ അവൻ്റെ താത്ത പാത്തുമ്മ അവനെതിരെയുള്ള പരാതികൾ തുടരുകയായിരുന്നു. പെട്ടെന്ന് അവിടെ കടന്നു ചെന്ന ഫാറൂഖിനെ കണ്ടവർ ഒരു നിമിഷം സംസാരം നിർത്തിയെങ്കിലും പെട്ടെന്ന് തന്നെ മുഖത്തൊരു പുച്ഛം വരുത്തി വീണ്ടും അവരെ നോക്കി. ഓ, മണിയറന്നിറങ്ങാൻ ഇപ്പോഴെങ്കിലും തോന്നിയല്ലോ എൻ്റെ പുന്നാരാങ്ങളൊക്കെ. വന്നപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറിയതാ, പിന്നെ ഓന് പുറത്തേക്ക് കണ്ടിട്ടില്ല. കഷ്ടം. അല്ലെത്താ, നിങ്ങൾ കുറേ നേരമായല്ലോ ആട് പ്ലാവിൽ ചമക്കണ പോലെ വാപ്പൂട്ടാണ്ട് ഓരോന്ന് പറയുന്നത്. ഞാനിപ്പോൾ ഇതിന് മാത്രം എന്താ ചെയ്തത്? ആ, ഫസ്റ്റ് ചോദ്യം, ഈ ഒന്നും ചെയ്യാണ്ടാണോ ഇന്നലെ വരെ ഗൾഫിലുണ്ടായിരുന്ന ഈ ഇപ്പോൾ ഇവിടെ കുത്തിയിരിക്കുന്നത്? വെറുതെ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ. ഞാൻ എൻ്റെ വീട്ടിൽ വന്നു, അതിപ്പോൾ നാട്ടുകാർക്ക് ഇത്ര പറയാനെന്താ? ഞാൻ ആരുടെയും ഒന്നും കട്ടെടുത്തിട്ടോ ആരെയും കൊന്നിട്ടോ ഒന്നുമില്ല വന്നിരിക്കുന്നത്. നാട്ടുകാർക്ക് ഇത്ര മാത്രം പറയാൻ ഞാൻ എൻ്റെ ഭാര്യയുടെ, എൻ്റെ ഉപ്പയുടെയും ഉമ്മയുടെയും അടുത്തേക്കാണ് വന്നത്, അല്ലാതെ എൻ്റെ രഹസ്യക്കാരുടെ അടുത്തേക്കല്ല. ഫാറൂഖിൻ്റെ ശബ്ദം പരിധി വിട്ടുയരുമ്പോൾ ഷാനി അവൻ്റെ കയ്യിൽ മുറുകെ പിടിക്കുന്നുണ്ടായിരുന്നു അരുതെന്ന ഭാവത്തിൽ. ഈ വെറുതെ എന്നോട് ഒച്ചെടുക്കേണ്ട ഫാറൂഖെ, അന്നെ ഈ ഷാനി വിളിച്ചു വരുത്തിയതല്ലടാ. ഓളുടെ പേടി കാരണം, ഓൾക്ക് മാത്രം ഒരു പേടി, ഞാനും 4 പെറ്റത് തന്നെയാണ്. എനിക്കൊരു പേടി ഉണ്ടായിട്ടില്ല. അപ്പോഴാണ് ഇവിടെ ഒരുത്തൻ ഭാര്യയ്ക്ക് കൂട്ടിരിക്കാൻ നല്ല ഒരു പണിയും കളഞ്ഞ് ഗൾഫിൽ നിന്നും വന്നേക്കുന്നത്. ഇനി അതുപോലെ നല്ലൊരു പണി എനിക്ക് വേറെ കിട്ടുവാടാ. നല്ല ശമ്പളമുള്ളൊരു പണിയും വലിച്ചെറിഞ്ഞ് ഇവിടെ വന്നത് പോരാ, ഓൻ ന്യായം വെക്കുമെന്ന് കേട്ടില്ലേ? എന്താ ഇപ്പോഴും ഓനോടൊന്നും പറയാൻ ഉപ്പാക്കില്ലേ? ഓനെന്ത് ചെയ്താലും അല്ലെങ്കിലും നിങ്ങളൊന്നും പറയൂലല്ലോ. പാത്തുമ്മ ദേഷ്യത്തിൽ മാതാപിതാക്കളെ നോക്കുമ്പോൾ അവരുടെ നോട്ടം ഫാറൂഖിലായിരുന്നു. ഇത്താ, ഇപ്പോൾ എനിക്ക് മനസ്സിലായി എന്താണ് എൻ്റെ പ്രശ്നമെന്ന്. ഞാൻ ജോലി കളഞ്ഞ് വന്നുകൊണ്ടിനി അനക്കോ എൻ്റെ ഓരോരോ കാര്യങ്ങൾക്ക് എന്നോട് പൈസ ചോദിക്കാൻ പറ്റില്ലല്ലോ എന്ന വിഷമമാണല്ലേ എനിക്ക്? കഷ്ടമുണ്ട് താത്ത, നീ ഇത്രയും സ്വാർത്ഥ ചിന്തക്കാരിയാണെന്ന് ഞാൻ അറിഞ്ഞില്ല. എൻ്റെ പൈസയുടെ കണക്ക് നോക്കിയിരുന്ന എനിക്ക് എൻ്റെ മനസ്സ് കാണാൻ കഴിഞ്ഞില്ലല്ലോ താത്ത. ഞാൻ ഇവിടെ നിന്ന് ഗൾഫിൽ എത്തിക്കഴിഞ്ഞാണ് ഉമ്മ എന്നെ വിളിച്ച് ഷാനി ഗർഭിണിയാണെന്ന് പറയുന്നത്. അപ്പോൾ മുതൽ ഓരോ നിമിഷവും അവളെ കാണാൻ, അവളുടെ കൂടെ ഇരിക്കാൻ ഞാൻ എത്ര ആഗ്രഹിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയോ. പക്ഷേ ഇവിടെ നിന്ന് അപ്പോൾ പോയ എനിക്ക് അതുപോലെ ഒരു തിരിച്ചുവരവ് പറ്റില്ലല്ലോ. ഓളുടെ വയറ്റിലെൻ്റെ 2 കുട്ടികളാണ് വളരുന്നതെന്ന് ഉമ്മ വിളിച്ചു പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലെന്തായിരുന്നെന്ന് നിനക്കൊന്നും ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റില്ല താത്ത. കാരണം നീ സ്നേഹമില്ലാത്ത വെറുമൊരു കൂടപ്പിറപ്പ് മാത്രമാണ്. പൈസയുടെ കണക്ക് വെച്ച് സ്നേഹിക്കാൻ നിനക്കറിയൂ, അല്ലാതെ ചോരയുടെ ബന്ധം വെച്ച് സ്നേഹിക്കാൻ നിനക്കറിയില്ലല്ലോ. ഫാറൂഖ്, ഈ എന്താടാ പറഞ്ഞത്? എനിക്ക് നിന്നോട് സ്നേഹമില്ലാന്നോ? നിൻ്റെ മനസ്സ് കാണാൻ കഴിയില്ലെന്നോ? ഞാൻ പറഞ്ഞില്ലെന്താ താത്ത തെറ്റ്? നീ നേരത്തെ പറഞ്ഞല്ലോ നീയും 4 പെറ്റിട്ടുണ്ടെന്ന്. ശരിയാണ്, പക്ഷേ നിൻ്റെ ഓരോ പ്രസവത്തിനും അളിയൻ നിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു, നിൻ്റെ മനസ്സ് മനസ്സിലാക്കിയിട്ട്. പക്ഷേ എനിക്ക് എൻ്റെ ഭാര്യയുടെ കൂടെ ഒന്നിരിക്കാൻ പോലും പറ്റാത്ത അവളുടെ വയറ്റിലുള്ള എൻ്റെ കുട്ടികളുടെ അനക്കമോ വളർച്ചയോ അടുത്തു നിന്നൊരു കാണാൻ പോലും പറ്റാത്തത്ര ദൂരെയായിരുന്നു ഞാൻ. ഗർഭാവസ്ഥ എൻ്റെ ഷാനിയിൽ മാറ്റങ്ങൾ ഓരോന്നും വരുത്തുന്നത് നമ്മുടെ ഉമ്മ എന്നെ വിളിച്ചു പറയുമ്പോൾ ഞാൻ കണ്ണിൽ കാണുകയായിരുന്നു ഉമ്മയുടെ വാക്കുകളിലൂടെ അവളെ. ഫോണും സംവിധാനങ്ങളുമെല്ലാം ഇല്ലെന്ന് നീ ചോദിച്ചു, പക്ഷേ അതൊന്നുമല്ല താത്ത പലപ്പോഴും ജീവിതം. പിന്നെ ഇപ്പോൾ ഞാനീ വന്നത് അതെൻ്റെ ഉപ്പയും ഉമ്മയും പറഞ്ഞിട്ട് തന്നെയാണ്. ഫാറൂഖ് പറഞ്ഞത് കേട്ട് പാത്തുമ്മ അമ്പരപ്പോടെ ഉപ്പയെ നോക്കി. കുറച്ച് ദിവസം മുമ്പ് ഷാനിയെയും കൂട്ടി ഉമ്മ ആശുപത്രിയിൽ പോയപ്പോൾ അവിടെ ഭാര്യമാരുടെ കൂടെ വന്നിരിക്കുന്നത് ഭർത്താക്കന്മാരെയും അവർ ഭാര്യമാർക്ക് നൽകുന്ന സംരക്ഷണവും എൻ്റെ ഷാനി കണ്ണെടുക്കാതെ നോക്കിയിരിക്കുകയായിരുന്നെന്ന് ഉമ്മ പറഞ്ഞപ്പോൾ നേറിയത് എൻ്റെ നെഞ്ചാണ്. എനിക്ക് വിഷമം ആവുമെന്ന് വിചാരിച്ച് സ്വന്തം ആഗ്രഹങ്ങൾ മറച്ചുവെച്ച് അവളുടെ മനസ്സ് ഞാൻ ഉമ്മയുടെ വാക്കുകളിലൂടെ കണ്ടു. അവളുടെ അടുത്തെത്താൻ ഞാൻ കൊതിച്ചുപോയ ആ നേരത്താണ് ഉപ്പ എന്നെ വിളിച്ചു പറഞ്ഞത്, ബാധ്യതകൾ തീർത്തിട്ട് ജീവിക്കാൻ
തീരുമാനിച്ചാലൊടുവിൽ നമ്മൾ കാണേണ്ടതും അറിയേണ്ടതുമായ പലതും പിന്നീട് കാണാനോ അറിയാനോ പറ്റിയെന്ന് വരില്ല എന്ന്. ഉപ്പയുടെ ആ വാക്കുകളുണ്ടായിരുന്നു എല്ലാം. ഇനി നീ അല്ല ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ മക്കൾ ഈ മണ്ണിൽ പിറന്നു വീഴുന്നതുവരെ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും. പിന്നെ ഒരു പക്ഷേ അവരുടെ നല്ല ഭാവിക്ക് വേണ്ടി ഞാൻ വീണ്ടും ഒരു പ്രവാസി അയക്കാം. എന്നാലും ശരി, ഇപ്പോൾ ഒരു മടക്കം ഞാൻ ആഗ്രഹിക്കുന്നില്ല താത്ത. നിവർത്തിക്കേട് കൊണ്ട് സ്വന്തം കുടുംബത്തിലെ പ്രാരാബ്ദം കാരണം പ്രാണൻ്റെ പാതിയായ ഭാര്യയെയും കൂടെ അവർ സ്വന്തം കുഞ്ഞിനെ വയറ്റിൽ ചുമക്കുന്ന സമയത്ത് പോലും ഇതുപോലെ ഒന്ന് ചേർത്ത് പിടിച്ചിരിക്കാൻ പറ്റാത്ത, അവളെ ഒന്ന് നെഞ്ചോട് ചേർത്ത് നിർത്താൻ പറ്റാത്ത വിഷമിക്കുന്ന എത്രയോ പ്രവാസികളെ ഞാൻ കണ്ടിട്ടുണ്ട്. സ്വന്തം സ്വപ്നങ്ങളെ ഒരു പുഞ്ചിരിയിലൊതുക്കി ഉള്ളുകൊണ്ട് നീറി തീരുന്ന അനേകം പ്രവാസികളെ അവരിലുള്ളാവാൻ ഇപ്പോൾ എനിക്ക് വയ്യ താത്ത. പറഞ്ഞു തീർന്നു ഫാറൂഖ് ഷാനിയും ഒന്നിച്ച് തിരിച്ചു മുറിയിലേക്ക് നടന്നു. മോളെ, ഒരു പെണ്ണിന് മറ്റൊരു പെണ്ണിൻ്റെ മനസ്സ് കാണാൻ കഴിയണം. അതുപോലെ സ്വന്തം കൂടപ്പിറപ്പിൻ്റെയും ഒപ്പം മറ്റുള്ളവരുടെയും. അപ്പോൾ മാത്രമേ അവളൊരു നല്ല പെണ്ണാവുകയുള്ളൂ, ഒരു നല്ല കൂടപ്പിറപ്പാവുകയുള്ളൂ. കാതിനരികെ കേട്ട ഉമ്മയുടെ വാക്കുകൾ പാത്തുമ്മയുടെ ഹൃദയത്തിൽ പതിവേ. അവൾ കുറ്റബോധത്താൽ അവളുടെ തല കുനിഞ്ഞിരുന്നു. അവളുടെ മനസ്സ് തിരിച്ചറിയുകയായിരുന്നു അപ്പോൾ ഫാറൂഖിനെ, അവനിലെ പുരുഷനെ, ഭർത്താവിനെ.